ഹായ്, എല്ലാവർക്കും നാടൻ രുചിയുടെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചക്ക വെച്ചിട്ടുള്ള ഒരു ഡിഷാണ്. ചക്ക ഇടിയൻ ചക്കയുടെ പരുവത്തിലുള്ളത്. നാട്ടിൽ നമ്മൾ ഇതുപോലെ വെച്ച് കണ്ടിട്ടില്ല. ഇവിടേക്ക് നോർത്തിലേക്കൊക്കെ ഉണ്ടാക്കുന്നത് ഈ രീതിയിലാണ്. അപ്പം ആദ്യം ഞാൻ പുറത്തുനിന്നൊക്കെ കഴിച്ചപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി അത്. അപ്പം ഞങ്ങൾ ഇത് വീട്ടിൽ ട്രൈ ചെയ്തായിരുന്നു, നല്ലതായിരുന്നു. ഞാനല്ല ഉണ്ടാക്കിയത്, ഹസ്ബൻഡാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഹസ്ബൻഡിനെ കൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കിച്ചത് കേട്ടോ. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനാദ്യം തന്നെ നമ്മൾ ചക്ക കട്ട് ചെയ്തെടുക്കുക. ചക്ക ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ വലിയ വലിപ്പമുള്ള ചക്കയൊന്നും കിട്ടില്ല. ഇടിച്ചക്കയുടെ പരുവത്തിലുള്ള ചക്കകൾ ഇവിടെ കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ആ പച്ചഭാഗം, പുറത്തെ ഭാഗം കട്ട് ചെയ്തിട്ട് ബാക്കിയെല്ലാം കറിക്ക് വേണ്ടി നമ്മൾ എടുക്കുകയാണ്, ഇടിച്ചക്കയൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന പോലെ. അപ്പോൾ നമുക്ക് അതിന് ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് മസാലകളൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ബൗളിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ജീരകം വറുത്തിട്ട് പൊടിച്ചത് കുറച്ച്, പിന്നെ ഗരം മസാല, മാങ്ങ പൊടിച്ചതിൻ്റെ ഉണങ്ങിയ മാങ്ങാപ്പൊടി, ഉണക്കിയ മാങ്ങാപ്പൊടി. അതിലേക്ക് അല്പം വെള്ളം ചേർത്ത് നമുക്ക് മസാല നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പം അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കുന്നത് കുക്കറിലാണ്. അപ്പോൾ കുക്കർ അടുപ്പത്തേക്ക് വെച്ച് നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ജീരകം ഇടണം. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നമുക്ക് കടുക് തന്നെ ഇട്ടാൽ മതി. നമ്മൾ ഇവിടുത്തെ സ്റ്റൈലിൽ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കടുക് ഇട്ട് ഉണ്ടാക്കാം. അതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളക്, സവാള എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും ചേർക്കാം. അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വഴറ്റാം. അല്പം കായപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാല അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. അതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്ക ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും.
നമുക്ക് കുക്കർ അടച്ചു വെച്ച് വേവിക്കാം. 2-3 വിസിലൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. വിസിലടിച്ച് നമ്മൾ ഓഫ് ചെയ്ത് വെച്ചായിരുന്നു. പേര് പോയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് തുറന്നു നോക്കാം. അല്ലെങ്കിൽ നമ്മൾ വേവിക്കുമ്പോൾ നമുക്ക് കറിവേപ്പില അല്ലെങ്കിൽ മല്ലിയിലൊക്കെ ചേർക്കാം. ഇതിലേക്ക് അല്പം നെയ്യ് ചേർത്ത് കൊടുക്കണം. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് കുറച്ച് നേരം നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ചെയ്ത് നോക്കാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. കൂടുതൽ നമ്മൾ ഇത്രയും പാകമായിട്ടുള്ള ചക്ക ഇടിച്ചക്ക രീതിയിലാണ് ഈ ചക്ക വേവിച്ച് ഇടിച്ച് അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ നോക്കുക. കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.